ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരം റോഡ്രിയാണ് സ്വന്തമാക്കിയത്. വിനീഷ്യസ് ജൂനിയർ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു. എന്നാൽ ഫിഫ ബെസ്റ്റ് സ്വന്തമാക്കാൻ വിനീഷ്യസ് ജൂനിയർക്ക് സാധിച്ചിരുന്നു. ഇനിയിപ്പോൾ ഈ വർഷത്തെ അഥവാ 2025 ബാലൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കും എന്നതിലാണ് ചർച്ചകൾ നടക്കുന്നത്. നേരത്തെ goal.com ഒരു പവർ റാങ്കിങ് പ്രസിദ്ധീകരിച്ചിരുന്നു. മുഹമ്മദ് സലായായിരുന്നു അതിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത്. ഇപ്പോൾ ഓഡ് ചെക്കേഴ്സ് ഇതിൻ്റെ ഒരു പ്രോബബിലിറ്റി ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് അവർ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് വിനീഷ്യസ് ജൂനിയർക്കാണ്. അദ്ദേഹമാണ് ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഏതായാലും ആ ഒരു സാധ്യതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. വിനീഷ്യസ് ജൂനിയർ ഒന്നാം സ്ഥാനത്ത് വരുന്നു. 16.89% സാധ്യതകളാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഓഡ് ചെക്കേഴ്സ് കൽപ്പിക്കപ്പെടുന്നത്. രണ്ടാം സ്ഥാനത്ത് FC ബാഴ്സലോണയുടെ ലാമിൻ യമാലാണ് വരുന്നത്. 13.27% പ്രോബബിലിറ്റി അദ്ദേഹത്തിന് കൽപ്പിക്കപ്പെടുന്നുണ്ട്. സല മൂന്നാം സ്ഥാനത്താണ് വരുന്നത്. 13.27% പ്രോബബിലിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത്. നാലാം സ്ഥാനത്ത് കിലിയൻ എംബപ്പെ വരുന്നു. 12.39% സാധ്യതകളാണ് അദ്ദേഹത്തിന് കൽപ്പിക്കപ്പെടുന്നത്. തൊട്ടുപിറകിൽ ഏർലിംഗ് ഹാലൻഡ് ആണ് വരുന്നത്. 9.29% സാധ്യതകൾ അദ്ദേഹത്തിന് കൽപ്പിക്കപ്പെടുന്നു. പിന്നീട് റോബർട്ട് ലെവൻഡോസ്കി 8.59% സാധ്യതകൾ. അതിനുശേഷം ജൂഡ് ബെല്ലിംഗ്ഹാം വരുന്നു. 7.08% സാധ്യതകൾ. അതിനുശേഷമാണ് റാഫീഞ്ഞ വരുന്നത്. 6.07% സാധ്യതകളാണ് അദ്ദേഹത്തിന് കൽപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെയാണ് ഓഡ് ചെക്കേഴ്സിൻ്റെ ഒരു പ്രോബബിലിറ്റി വരുന്നത്. റയൽ മാഡ്രിഡ്, FC ബാഴ്സലോണ താരങ്ങളുടെ ഒരു ആധിപത്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. പക്ഷേ സല അവിടെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് രംഗത്തുണ്ട് എന്നുള്ളതാണ്. തകർപ്പൻ പ്രകടനമാണ് മുഹമ്മദ് സല ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും ലിവർപൂളിന് നേടാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു ബാലൻഡിയോർ പുരസ്കാരം സല സ്വന്തമാക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.